ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിപ്പോൾ എന്തെല്ലാം പഠിച്ചു ഓർക്കുന്നുണ്ടോ? നൗൺ നാമം, വെർബ് ക്രിയ, അഡ്ജക്റ്റീവ് നാമവിശേഷണം, അഡ്വർബ് ക്രിയാവിശേഷണം. ക്രിയയെ മോഡിഫൈ ചെയ്യുക. എങ്ങനെ ഓടി വേഗത്തിൽ ഓടി, മനസ്സിലായി? അങ്ങനെയൊക്കെ പറയുന്നതാണ് അഡ്വർബ്. അഡ്വർബിന് ക്രിയയുമായിട്ടാണ് ബന്ധം, അഡ്ജക്റ്റീവിന് നാമവുമായിട്ടാണ് ബന്ധം. അതിനുശേഷം നമ്മൾ കാണുന്നത് പ്രിപ്പൊസിഷൻസ്, ചില കുഞ്ഞു കുഞ്ഞു വാക്കുകൾ. ഈ യഥാർത്ഥത്തിൽ നമുക്ക് കൊണ്ട് ഇക്ക് എന്നെ ഉടെ അത് നമ്മളതിനെ പറയുന്ന നമ്മുടെ മലയാളം വ്യാകരണത്തിൽ പറയുന്നത് പ്രത്യയങ്ങൾ എന്നാണ്. പ്രത്യയം എന്നാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ പ്രത്യയങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാക്കുകൾ തമ്മിൽ ബന്ധപ്പെടുത്താനാണ്. ഞാൻ കോട്ടയം പോയി, അത് മൊത്തത്തിൽ ബന്ധിപ്പിക്കുന്നത് ഞാൻ കോട്ടയത്തിന് പോയി, ഉണ്ടോ? അപ്പം ആ വാക്കുകളെ ബന്ധിപ്പിക്കുന്ന ഒരു മെക്കാനിസം, അല്ല അതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഒരു പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യയങ്ങൾ. അതുപോലെ ഇംഗ്ലീഷിൽ പക്ഷേ പ്രത്യയങ്ങളില്ല, വാക്കുകളിൽ മാറ്റം വരുത്താൻ പറ്റിയത്. അപ്പോൾ കോട്ടയത്തിന് എന്ന് പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ ഐ വെൻറ്റ് കോട്ടയം, വെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പോയി എന്നുള്ള അർത്ഥം, ഗോയുടെ പാസ്റ്റ് ടെൻസ്. അപ്പം ഐ വെൻറ്റ് കോട്ടയം, ഐ വെൻറ്റിനെ കോട്ടയം എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഐ വെൻറ്റ് ടു കോട്ടയം. അതാണ്, മനസ്സിലായില്ലേ? കോട്ടയം അവിടെ തന്നെ നിൽക്കും, കോട്ടയത്തിനൊരു മാറ്റവും വരികയില്ല. അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി, അല്ലെങ്കിൽ പാല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എറണാകുളം, അല്ലെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം. എവിടെ? തിരുവനന്തപുരത്തിൻ്റെ അതിന് പകരം ടു ട്രിവാൻഡ്രം. ഇങ്ങനെയാണ് പറയാൻ മനസ്സിലായത്. അപ്പോൾ ഈ പ്രത്യയങ്ങൾ മലയാളത്തിൽ ഉള്ളത് കൊണ്ട് വാക്കുകൾ നമ്മൾ ബന്ധിപ്പിക്കാൻ, അതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് പ്രിപ്പൊസിഷൻസ്. മനസ്സിലായല്ലോ? അത് ക്ലിയർ ആയില്ലേ? പ്രിപ്പൊസിഷൻസ്. പിന്നെ നമ്മൾ പഠിച്ചതാണ് പാർട്ടിസിപ്പിൾസ്. അത് നമ്മുടെ മലയാളത്തിലില്ല. അതാണ് ഓടുക, ഓടിങ്ങെന്നൊന്നും വാക്കില്ല. ഒടിഞ്ഞെന്ന് വാക്കുണ്ട്, പക്ഷെ ഓടിങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മുടെ മലയാളത്തിൽ ഇല്ലാത്ത സംഭവമാണ്. അതുപോലെ നമ്മൾ പറയല്ലേ, ഓടടുന്നല്ലല്ലോ, ഓടി എന്നാണ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുന്നത്, ഭൂതകാലത്തിൽ പറയുന്നത്. അപ്പം ഇതൊന്നും ഈ പ്രിപ്പൊസിഷൻസ്, പാർട്ടിസിപ്പിൾസ് അതൊന്നും നമ്മുടെ മലയാള വ്യാകരണത്തിൽ ഇല്ല. അതിന് പകരം നമുക്ക് വേറെ വേലകളുണ്ട്, അതായത് മെക്കാനിസംസ് ഉണ്ട് ഇതൊക്കെ കൂട്ടിച്ചേർക്കാനൊക്കെ. അത് വേറെ കാര്യം. ഇന്ന് വീണ്ടും ഒരു സെറ്റ് ഓഫ് വേർഡ്സ്, 3 വാക്കുകൾ കൊടുക്കും. 3, ഒരെണ്ണത്തിന് ഒരക്ഷരം മാത്രമേ ഉള്ളൂ, എന്ന്. എ ആൻഡ് ദ. അതിൻ്റെ അതിൻ്റെ അർത്ഥം ഒരു എന്നാണ്. അത് നമുക്ക് മലയാളത്തിൽ ഒരു എന്ന് മലയാളത്തിലുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നൗൺ ഉണ്ടല്ലോ, നാമം, അതിൻ്റെ തൊട്ട് മുമ്പ് ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഐ സോ ബോയ് എന്ന് പറയത്തില്ല, ഞാൻ കുട്ടിയെ കണ്ടു എന്ന് നമ്മൾ മലയാളത്തിൽ ഞാൻ ഒരു കുട്ടിയെ കണ്ടു, അവിടെ നമ്മൾ ഒരു എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇംഗ്ലീഷിൽ അത് ഐ സോ എ ബോയ്. ബോയ് എന്ന് പറയരുത്, അങ്ങോട്ട് പരത്തത്. മനസ്സിലായോ? ബോയ്, ഐ സോ എ ബോയ്. അതുപോലെ തന്നെ അതൊരു പേരായിട്ട് മാറും. ഐ സോ ഐ ate an egg. I ate an egg. ഒന്നിച്ച് പറയുമ്പോൾ അങ്ങനെയാണുള്ളത്, I ate an egg. അത് നമുക്ക് പിന്നെ കുറച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ. അപ്പം ഇതിന് രണ്ടിനും ഒരർത്ഥമാണ്. ഞാൻ എഴുതിയിട്ടില്ലേ, എ ബോയ്, എ ഗേൾ, എ ട്രീ, എ ഫ്ലവർ, ആൻ ഓറഞ്ച്, ആൻ ഐ, ആൻ എഗ്, ആൻ ഇങ്ക് പോട്ട്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് അല്പം മനസ്സിലായിട്ടുണ്ട് വ്യത്യാസം എന്നാന്നുള്ളത്.
നമുക്ക് ഈ മലയാളത്തിൽ അക്ഷരങ്ങളെ നമ്മൾ തിരിക്കുന്നത് എങ്ങനെയാണ്? സ്വരങ്ങളിൽ നിന്നും വ്യഞ്ജനങ്ങളിൽ നിന്നുമാണ് അല്ലേ? ഈ സ്വരങ്ങൾ വെച്ച് തുടങ്ങുന്ന വാക്കുകളുടെ തൊട്ട് മുമ്പ് ഒരു എന്ന് ഉപയോഗിക്കണമെങ്കിൽ ആൻ ഉപയോഗിക്കണം. അതാണ് ആൻ, എഗ്, എ, ആ, ഈ അതൊക്കെ സ്വരാക്ഷരങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പം കുറച്ച് കഴിയുമ്പം കുറേ കൂടെ കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ഇത്രയൊക്കെ മനസ്സിലാക്കുക. എത്രയും, അതായത് ഈ നിങ്ങളൊരു വവ്വൽ എന്നല്ലേ പറയുന്നത്, സ്വരാക്ഷരത്തിന് നമ്മൾ പറയുന്ന വവ്വൽ സൗണ്ട് എന്നാണ് പറയുന്നത്, സ്വരാക്ഷരം. അപ്പം ഇപ്പം ആ, എ, ഈ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള ശബ്ദത്തിൽ തുടങ്ങുന്ന വാക്കുകളുടെ തൊട്ട് മുമ്പ് ഒരുന്ന് ഉള്ള അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ആനാണ്. ആൻ. ബാക്കിയുള്ള എല്ലായിടത്തും എ ഉപയോഗിക്കേണ്ടി വന്നെങ്കിൽ. ഓക്കെ, അതാണ് വ്യത്യാസം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻ, ഓറഞ്ച്, ഓ എന്നുള്ളത് നമ്മൾ ആ, ഈ, ഓ ഉണ്ടോ? സ്വരാക്ഷരമല്ലേ? അല്ലെ വവ്വൽ, VOWEL എഴുതിയിട്ടു സ്വരാക്ഷരം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വവ്വൽ. VOV ഉണ്ടല്ലോ, വി, നമ്മൾ വെരി എന്നുള്ളൊരു വി, അതൊക്കെ അറിയത്തില്ലേ? അപ്പം VOWEL എഴുതിയിട്ടോ? ഓക്കെ. മറ്റേ വ്യഞ്ജനങ്ങൾ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന കോൺസണൻസ് എന്നാണ്. കോൺസണൻസ്, CONSONANTS. കോൺസണൻസ്, CONSO, CONSONANTS, കൺസണൻസ്. അതാണ് ഇംഗ്ലീഷ്. നമുക്കത് ഇതും പിന്നീട് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞതാണ് അതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട്. അന്നേരം കുറേ കൂടെ നന്നായിട്ട് മനസ്സിലാകും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. എ, ആൻ രണ്ടിൻ്റെ അർത്ഥം ഒരു എന്നാണ്. എ, ആൻ അത് ഉപയോഗിക്കുന്ന തൽക്കാലം മനസ്സിലാക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ എ, ഇ, ഓ, ഉ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ ഉപയോഗിക്കുന്നതാണ് ആൻ. അല്ലാത്തടത്തെല്ലാം നമ്മൾ തൽക്കാലം എ എന്ന് ഉപയോഗിക്കുക. അതാണ് എക്സാമ്പിൾ ഉണ്ടോ? ആൻ ഓറഞ്ച് ഉണ്ടോ? ആൻ ഐ, ആൻ എഗ്, ആൻ ഇങ്ക്, ഇ, സി, ഓറഞ്ച്, ഓ, ഐ, then A, egg, ink, E, ink. തൽക്കാലം നമുക്ക് അത്രയും മനസ്സിലാക്കുക. അതിന് മുമ്പത്തെ എക്സാമ്പിൾ ഉണ്ട്. എ ബോയ്, എ ഗേൾ, എ ട്രീ, എ ഫ്ലവർ. എ ഡെസ്ക്, എ ബോൾ, എ ട്രെയിൻ, എ ബസ്, എ കാർ, എ ബൈക്ക്. നമ്മൾ പറയുന്നത് എ ബൈക്ക്. എന്തുകൊണ്ടോ നമ്മൾ ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടമില്ല ഇതിന് ഒറ്റയ്ക്ക് നിർത്താൻ. ഏത് നാമങ്ങൾ എന്തെങ്കിലും ഒരു ആഭരണം ഇടുക, അതാണ് എ ആൻ. അത്രയും ക്ലിയർ ആയില്ലേ? ഇനി അത് TH അത് പറഞ്ഞാൽ പലതരം പ്രൊനൗൺസിയേഷൻ, അത് ഉച്ചാരണമുണ്ട്. ഇപ്പം തൽക്കാലം നമ്മൾ ഇതാന്ന് പഠിക്കുക. പിന്നീട് ഞാൻ പറഞ്ഞു തരാം. ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, അത് ഞാൻ പിന്നെ പറയും. തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. TH എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ദാറ്റ്സ് എന്നൊരു വാക്ക് പഠിച്ചിട്ടില്ല, അത് അതിന് തുല്യമാണ് എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നത് എവിടെയാണെന്നറിയാം, അതൊരു കാര്യമാണ്. അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കണം. നാമത്തിൻ്റെ തൊട്ട് മുമ്പ് എക്സാമ്പിൾ കൊടുക്കണമല്ലേ? വൺസ് ദർ ലിവ്ഡ് എ കിങ്. നമുക്ക് രാജാവിനെ പറ്റി അറിയത്തുള്ളൂ, ഒന്നും അറിയത്തില്ല.
നമ്മളിങ്ങനെയാണ് പറയുന്നത്, വൺസ് ദർ ലിവ്ഡ് എ കിങ്, ഒരിക്കൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു. രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ പറയുന്നത് ദ കിങ്, അതായത് ആ രാജാവ് എന്നുള്ള അർത്ഥമാണ്. ദാറ്റ് കിങ് എന്നുള്ള അർത്ഥമാണ്. ആ രാജാവ്, അതായത് നമുക്കറിയാവുന്ന രാജാവ്. രാജാവിനെ പറ്റി നമുക്കൊന്നും അറിയത്തില്ലാത്ത നമ്മൾ പറയും വൺസ് ദർ ലിവ്ഡ് എ കിങ്. നമുക്ക് ആ പുള്ളിയെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ രണ്ടാമത്തെ സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ പറയും, ദ കിങ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് നോക്കിയേ, വൺസ് ദർ ലിവ്ഡ് എ കിങ് വാസ്, അപ്പോൾ വേറെ ഏതോ ഒരു കിങ്ങായിട്ട് വരും, രാജാവായിട്ട് വരും. പക്ഷെ നമ്മളിങ്ങനെ ചേർത്ത് പറയുമ്പം ആ രാജാവ്, അത് എന്നുള്ള അർത്ഥമാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് തന്നെ ഐ സോ എ ബേർഡ്, ഞാനൊരു പക്ഷിയെ കണ്ടു. അത് എന്ത് പക്ഷിയാണെന്നൊന്നും ഞാൻ പറയുന്നത്. പക്ഷേ പിന്നെ എന്നാ ആ പക്ഷി ചെയ്യുന്നത്, ദ ബേർഡ് വാസ് സിംഗിങ്. ഏതാ ഈ പ്രത്യേക പക്ഷി, ഞാൻ ഈ കണ്ട പക്ഷി. ഒത്തിരി പക്ഷികളെല്ലാം നടക്കുന്നുണ്ട്, അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഞാൻ കണ്ട പക്ഷി എന്ത് ചെയ്തു, ദ ബേർഡ് വാസ് സിംഗിങ്. മനസ്സിലായതിൻ്റെ ഉപയോഗം, ദ ബേർഡ് വാസ്. ശരിക്കും പറയാം അതും ആ ഒരു എന്നർത്ഥം. ആ ഒരു, അതായത് പ്രത്യേകം, ഞാൻ കണ്ടത് എന്നുള്ള അർത്ഥമാണ്. വളരെ രസകരമായത് ഇതിന്. ഈ മൂന്ന് വാക്കുകളെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ആർട്ടിക്കിൾസ്. ARTICLES, ആർട്ടിക്കിൾസ്. ഇപ്പം നമ്മളിപ്പോൾ നൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, adverb, prepositions, then we have participles. ഇന്ന് നമ്മുടെ ഏഴാമത്തെ ഒരു, നമുക്ക് വേണം നിർവചനം എന്നൊക്കെ പറയാം. ഡെഫിനിഷൻ എന്ന് കേട്ടില്ല, ഡെഫിനിഷൻ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാതെ നമുക്ക് സെൻറ്റൻസിലേക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറയാൻ നിർത്താൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇതാ എന്ന് പറഞ്ഞാൽ അത്, ആ ഒരു എന്നുള്ള അർത്ഥം. മറ്റേത് ഒരു, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കി, വി പ്ലേഡ് വിത്ത് എ ബോൾ. അത് അന്നേരം ഒരു ബോൾ ഞങ്ങൾ കളിച്ചു, ഒരു ബോൾ ഉപയോഗിച്ച് ഞങ്ങൾ കളിച്ചു. ദ ബോൾ, ഏതാ ഞങ്ങൾ ഉപയോഗിച്ച ബോൾ. ദ ബോൾ വാസ് വെരി സ്മോൾ. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. അപ്പം നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ മൂന്ന് വാക്കുകളും ഇവരെ ഒന്നിച്ച് വിളിക്കുന്നൊരു പേരാണ് ആർട്ടിക്കിൾസ്. വേറെ ഒരു പേരുണ്ട്, അത് പിന്നെ പറയാം. എല്ലാ പേരും കൂടി ഇപ്പം പറഞ്ഞാലേ നമുക്ക് ആകപ്പാടെ ബുദ്ധിമുട്ടാകും. അപ്പം വേറൊരു പേരുണ്ട്, നമുക്കൊക്കെ വിളിപ്പേരെന്ന് മനസ്സിലായില്ലേ അല്ലേ? സ്കൂളിലൊരു പേര്, അത് നമ്മുടെ ഒഫീഷ്യലായിട്ട് ഹാജർ ബുക്കേറുടെ പേര്. പിന്നെ വീട്ടിലൊരു വിളിപ്പേരില്ല, വിളിക്കുന്നൊരു പേരില്ല എന്ന് പറഞ്ഞാൽ പല പേരുകളുണ്ട് ഇതിനകത്ത്. തൽക്കാലം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പം ഇത്ര ഓർക്കുക, ഇതിൻ്റെ ഈ മൂന്ന് പേരുടെയും കൂടെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ്. എ ആൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്നർത്ഥം. അതിങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല, പ്രത്യേകതയൊന്നുമില്ല. അതിന് ഇംഗ്ലീഷിലൊരു പേരുണ്ട്, ഞാൻ പറയട്ടെ, പേടിക്കുകയും ചെയ്തു കേട്ടോ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ്, INDEFINIT. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് എന്ന് വെച്ചാൽ ഡെഫിനിറ്റ് അല്ലാത്ത, എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയത്തില്ലാത്ത. നമുക്കറിയത്തില്ല, നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഭാവിയെ പറ്റി നമുക്കെല്ലാം അറിയാം. അത് ഇൻഡെഫിനിറ്റാണ്, അറിയത്തില്ല. അതിനൊരു പേരുണ്ട്, ഞാൻ പറയാൻ പോകുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇത്രയേ ഉള്ളൂ. ഇതാന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അത് നമുക്ക് അറിയാം, അറിയാവുന്ന പറഞ്ഞാൽ മതി. നോൺ, KNOWN, നോൺ, അറിയാവുന്ന. ഇതാണ് നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന എന്ത് നാമത്തിനെ പറ്റി, അതായത് നൗണിനെ പറ്റി പറഞ്ഞാലും നമുക്ക് ഉപയോഗിക്കണം. അതിൻ്റെ മുൻപ് ഉപയോഗിക്കണം. ഇതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ പരിചയപ്പെടുവല്ലേ,
നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടല്ലല്ലോ. 1-2 കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പേരെന്നാ, നാട് എവിടെയാണ്, വീട് എവിടെയാണ്, ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ, 2-3 കാര്യങ്ങളല്ലേ നമ്മളറിയുള്ളൂ. അതുപോലെ ഇതിൻ്റെ എല്ലാം ഞാൻ വെറും ചെറിയൊരു പരിചയപ്പെടലേ ആയിട്ടുണ്ട് കേട്ടോ. നൗണിന് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ എന്നോട് സാറെല്ലാം പിന്നെ പറയാം എപ്പോഴാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു യാത്രയാണ്. യാത്രയിൽ എത്ര സ്ഥലത്തൂടെ കടന്നു പോകണം? 100 സ്ഥലത്തൂടെ കടന്നു പോകണം. അതായത് 100 ക്ലാസ്. മനസ്സിലാകുന്നുണ്ടോ? അത് അന്നേരം അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആക്റ്റീവ്, പാസീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ച്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ക്വസ്റ്റ്യൻ എത്ര തരമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഈ 3 വാക്കുകളുടെ പേരെന്താണ്? ആർട്ടിക്കിൾസ്. അതിൻ്റെ പ്രത്യേകം പേരെന്താണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ മനസ്സിലായോ? ഇതേടെ പേരെന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അപ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റായിട്ട് വരും. ഡെഫിനിറ്റ്, ഇൻഡെഫിനിറ്റ്. അറിയാവുന്ന, അറിയാൻ പാടില്ല. മുൻകൂട്ടി പരിചയമില്ലാത്ത ഒരു മുൻകൂട്ടി പരിചയമുള്ള ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇതാ പറയുക, അതല്ലേ? വൺസ് ദർ ലിവ്ഡ് എ കിങ്, ദ കിങ്. ആദ്യത്തെ സെൻറ്റൻസിൽ നമുക്ക് രാജാവിനെ പറ്റി ഒന്നും അറിയില്ല. നമ്മൾ പറയുന്ന ഒരിക്കലും ഒരു രാജാവ് ജീവിച്ചു. പിന്നെ നമ്മൾ പറയുകയാണ് ദാറ്റ് കിങ്, ദ കിങ് വാസ് വെരി ഓൾഡ്. കേട്ടോ? രണ്ടാമത്തെ സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് ഈ രാജാവിനെ പരിചയമുണ്ട്. ഐ സോ എ ബേർഡ്, ദ ബേർഡ് വാസ് സിംഗിങ്. അപ്പം രണ്ടാമത്തെ സെൻറ്റൻസ് വരുമ്പം ആ പക്ഷിയെ നമുക്ക് പരിചയമുണ്ട്. എങ്ങനെ പരിചയമുണ്ട്? അതിനെ നമ്മൾ കണ്ടു. അതാണ്, നമ്മൾ അതിനെ കണ്ടു, പരിചയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പറയാണ് യെസ്റ്റർഡേ ഐ സോ എ ബോയ് എന്ന് പറയും. ഞാൻ ഇന്നലെ ഒരു കുട്ടിയെ കണ്ടു. അപ്പോൾ രണ്ടാമത്തെ ദിവസം അവനെ കണ്ടപ്പോൾ അവൻ കരയുമായിരുന്നു, ചിരിക്കുമായിരുന്നു, കരച്ചിട്ട്. ദ ബോയ് വാസ് ലാഫിങ്. ആ കുട്ടി, ഏത് കുട്ടി? ഇന്നലെ ഞാൻ കണ്ട കുട്ടി. അപ്പം പരിചയമായി. അപ്പം പരിചയമുള്ള നാമങ്ങൾ നൗൺസ് പറയുമ്പം നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അല്ലെ ഞാൻ അർത്ഥമില്ലാതെ പോയി. ഐ സോ എ കിങ് വാസ് വെരി ഓൾഡ് എന്ന് പറയുന്നത് ഒരു കണക്ഷൻ, ബന്ധമില്ലാതെ. ഐ സോ എ ബേർഡ് വാസ് സിംഗിങ്. ഈ സെൻറ്റൻസ് തമ്മിൽ ബന്ധമില്ലാതെ അല്ലേ? ഹി പ്ലേഡ് വിത്ത് എ ബോൾ, എ ബോൾ വാസ് വെരി സ്മോൾ. അതിനർത്ഥമില്ല. ഇതൊരു അടുക്ക് 3-4-5 സെൻറ്റൻസ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എക്സസൈസ് പറഞ്ഞു തന്നിട്ടില്ല, ഓർക്കുന്നുണ്ടോ? സിമ്പിളായിട്ടുള്ള ഒരു ദിവസം ഒരു വാക്ക് പഠിക്കുക. എന്നിട്ട് ഈ ഗണം ഇപ്പം നമ്മൾ ഗ്രൂപ്പ് കണ്ടില്ലേ? നൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻസ്, പാർട്ടിസിപ്പിൾസ്, ആർട്ടിക്കിൾസ്. ഈ ആർട്ടിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല രസമാണ്. അതായത് ഒരു പാരഗ്രാഫ് എടുക്കാൻ അത് 10 എണ്ണമെങ്കിലും വേണം. അത് നോക്കിയാൽ മതി. എവിടെയാണ് ഉപയോഗിച്ചത്, എവിടെയാണ് ആന ഉപയോഗിച്ചത്, എവിടെയാണ് ദാ ഉപയോഗിച്ചത്. നിങ്ങളൊക്കെ പുസ്തകമില്ല, ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ടല്ലോ, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നോക്കുക, അങ്ങനെ ഇതൊന്നും പരിചയപ്പെടുക നമുക്ക് അടുത്ത ദിവസം നമുക്ക് സ്വല്പം കൂടെ ഒരു ഭാഷയുടെ വലിയ ഭാഗം എന്ന് പറയാം 3-4-5 വാക്കുകളൊക്കെ ഒന്നിച്ചിരുന്നു ഒരു ഗ്രൂപ്പിലേക്ക്. ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിർത്തുവാണ്. നിങ്ങൾ ഒരു ഇരപ്പ് കേൾക്കുന്നുണ്ടോ? മഴയാണ്, കുറച്ച് മഴ പെയ്യുന്നുണ്ട്. സാരമില്ല, നമുക്കിപ്പം മഴക്കാലമാണ്, അതുകൊണ്ട് മൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുക. പോരെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ.
സോ സീ യു ടുമോറോ വിത്ത് അനദർ ലെസൺ വേറൊരു പാഠവുമായിട്ട് നാളെ കാണാം. അതുവരെ